മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര. അവതരിപ്പിക്കുന്നത് ഡോക്ടർ പി. ആന്റണി. നേരിയ അർത്ഥഭേദത്തോടുകൂടിയ ചില പദയുഗ്മങ്ങളുണ്ട് ഭാഷാപ്രയോഗത്തിൽ. ശൈലി പോലെ അവയെ നാം ഉപയോഗിച്ചു പോരുന്നു. മനുഷ്യരായാൽ നേരും നെറിയും വേണം, നെറിയും മുറയും മറന്ന് കളിക്കരുത് എന്നൊക്കെ പ്രയോഗിക്കാറുണ്ടല്ലോ. നേരിന് സത്യം എന്നും യാഥാർത്ഥ്യമെന്നുമൊക്കെ അർത്ഥമുണ്ട്. നേര് നടത്തി തരണം എന്ന് പ്രയോഗിക്കുമ്പോൾ നീതി ചെയ്ത് തരണം എന്നാണ് അർത്ഥം. നേരിന് തൊട്ടടുത്ത, സ്വന്തം എന്നൊക്കെ അർത്ഥം ചിലപ്പോൾ കൈവരും. നേരനുജൻ, നേരാങ്ങള, നേർപെങ്ങൾ എന്നൊക്കെ പറയാറുണ്ടല്ലോ. തുല്യമായ എന്ന അർത്ഥത്തിലും നേര് പ്രയോഗിക്കും. നേരറ്റ കാന്തി എന്നതിന് തുല്യതയില്ലാത്ത അനുപമമായ സൗന്ദര്യം എന്നാണല്ലോ അർത്ഥം. നേരിൽ നിന്ന് നേരിയ എന്ന വിശേഷണ പദം സൃഷ്ടിക്കാം. അല്പമാത്രമായ, കനം കുറഞ്ഞ എന്നൊക്കെ അർത്ഥം. നേരിയ വ്യത്യാസം, നേരിയ വസ്ത്രം തുടങ്ങിയ പ്രയോഗങ്ങളുണ്ടല്ലോ. മുമ്പൊക്കെ ആളുകൾ തോളിൽ ഇട്ടിരുന്ന നേരിയ വസ്ത്രമാണല്ലോ നേരിയത്. നേരിടയാൾ എന്ന് കുറേക്കാലം മുമ്പ് വരെ കാവ്യകൃതികളിൽ പ്രയോഗമുണ്ടായിരുന്നു. കൃശമധ്യ അഥവാ സുന്ദരി എന്ന അർത്ഥത്തിലുള്ള പ്രയോഗമായിരുന്നു അത്. നേരിടുക എന്ന് പറഞ്ഞാൽ അഭിമുഖീകരിക്കുക, എതിർക്കുക എന്നൊക്കെയാവും അർത്ഥം. നേരുക എന്നായാൽ ആശംസിക്കുക എന്നോ ദൈവങ്ങൾക്കോ മറ്റോ വാഗ്ദാനം ചെയ്യുക എന്നോ അർത്ഥമാകാം. നന്മകൾ നേരുന്നു, ഭഗവതിക്ക് വഴിപാട് നേരുന്നു എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ നോക്കുക. പള്ളിക്ക് നേർന്ന കോഴിയാണല്ലോ ജോൺ എബ്രഹാമിൻ്റെ പ്രസിദ്ധ ചെറുകഥയായ നേർച്ചക്കോഴിയിലെ പൂവൻകോഴി. നേർക്കുക എന്നതിന് എതിരിടുക എന്നും കുറയുക എന്നും അർത്ഥമുണ്ട്. മൺസൂൺ നേർത്തു തുടങ്ങി എന്നിങ്ങനെയുള്ള പത്രവാർത്തകൾ സാധാരണമാണല്ലോ. നെറി എന്ന പ്രയോഗത്തിന് നേരായ വഴി, സത്യസന്ധത എന്നൊക്കെ അർത്ഥമുണ്ട്. നെറികേട് സത്യസന്ധതയില്ലായ്മയും മാന്യതയില്ലായ്മയുമാണ്. പഴയ മലയാളത്തിൽ നെറിക്ക് ധൈര്യം, തൻ്റെയിടം എന്നൊക്കെ അർത്ഥങ്ങളുണ്ടായിരുന്നു. നെറി കുറയിൻ്റുതേ അമരർക്കെല്ലാം ഇകൾ കിട്ടുന്നേരം എന്ന് രാമചരിതത്തിൽ കാണാം. നെറിയോട് മുമ്പ് ചേർത്ത് പറഞ്ഞിരുന്ന പദമാണ് മുറ. നെറിയും മുറയും കെട്ട് ജീവിക്കരുത് എന്നൊക്കെയുള്ള ഉപദേശങ്ങൾ സാധാരണമായിരുന്നു. മുറയ്ക്ക് ചിട്ടയെന്നും ചെയ്യേണ്ട കാര്യമെന്നും ക്രമമെന്നും അർത്ഥമുണ്ട്. ആണും പെണ്ണും പാലിക്കേണ്ട മുറകൾ, ഓരോ ജാതി സമൂഹവും അനുവർത്തിക്കേണ്ട മുറകൾ എന്നിവയൊക്കെ പാലിച്ച് ജീവിക്കുന്ന ആളെ നെറിയും മുറയും ഉള്ള ആൾ എന്ന് പ്രശംസിച്ചിരുന്നു. ഏതായാലും നെറിയും മുറയും എന്ന പ്രയോഗത്തിന് ഇന്ന് പ്രചാര ലോപമുണ്ട്. പാരമ്പര്യക്രമം എന്ന അർത്ഥത്തിലാണ് മുറപ്പെണ്ണും മുറച്ചെറുക്കനും ഉണ്ടാവുന്നത്. എന്നാൽ തലമുറയിലെയും അലമുറയിലെയും മുറകൾ വ്യത്യസ്തമാണ്. മുറ കൂട്ടുക എന്നതിന് പഴയ മലയാളത്തിൽ ഉറക്കെ നിലവിളിക്കുക എന്നായിരുന്നു അർത്ഥം. മൂന്നാം മുറ എന്ന് പറഞ്ഞാൽ അർത്ഥം മാറി. ഇംഗ്ലീഷിലെ തേർഡ് ഡിഗ്രിയുടെ തർജ്ജമയാണത്. കർക്കശവും നീണ്ടു നിൽക്കുന്നതും കഠോരവുമായ ചോദ്യം ചെയ്യലാണത്. മനുഷ്യവിരുദ്ധ സ്വഭാവം കൊണ്ട് അത് നിരോധിക്കപ്പെട്ടിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ. പണ്ട് തിരുവിതാംകൂറിൽ 6 വർഷത്തിലൊരിക്കൽ നടത്തിയിരുന്ന 56 ദിവസം നീണ്ടു നിൽക്കുന്ന സത്രത്തിന് മുറജപം എന്നായിരുന്നു പേര്. 7 മുറകൾ നീണ്ടു നിൽക്കുന്ന ജപമാണത്. മുറ എന്നാൽ 8 ദിവസം. മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.